ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു ചാനൽ ഈസി ഹോംവർക്ക്. ഇൻ കൃഷ്ണ. ഇന്ത്യൻ ക്ലാസ് 7 ചാപ്റ്റർ പെരിമീറ്റർ ആൻഡ് ഏരിയയുടെ റിവിഷൻ പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് ലാസ്റ്റ് ഞാൻ ചെയ്ത വീഡിയോയ്ക്കകത്ത് നമ്മൾ പെരിമീറ്റർ ആൻഡ് ഏരിയ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ ഡിലീറ്റഡ് പോർഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ നമുക്ക് എന്തുണ്ട്, ഡിലീറ്റഡ് പോർഷൻസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ പെരിമീറ്ററിന്റെ പാരലോഗ്രാമിന്റെ ഏരിയ മുതലേ പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇട്ടേക്കുന്ന വീഡിയോക്കകത്താണെങ്കിൽ സ്ക്വയർ, റെക്ടാങ്കിൾ, ഇതെല്ലാം ഈ ഷേപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഏരിയ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ പാരലോഗ്രാമിലേക്ക് വരുന്നത്. അപ്പോൾ ഡിലീറ്റഡ് പോർഷൻസ് കഴിഞ്ഞിട്ടുള്ളതിൽ ആ പാർട്ടിൻ്റെ അകത്ത് വരുന്നത് പാരലോഗ്രാമിന്റെ ആണ് സ്റ്റാർട്ട് ചെയ്തത്. പാരലോഗ്രാം, ട്രയാങ്കിൾ ആണ് ആദ്യം പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിലീറ്റഡ് പോർഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, റെക്ടാങ്കിളിന്റെ സ്ക്വയറിന്റെ ഒക്കെ ഡിലീറ്റ് ചെയ്തേക്കുന്നതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇതെല്ലാം 6ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഡിലീറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയണം. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. നമുക്ക് സ്ക്വയർ ഉണ്ട്, അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നത് എന്തൊക്കെയാണ്? സ്ക്വയർ ഉണ്ടായിരുന്നു, റെക്ടാങ്കിൾ ഉണ്ടായിരുന്നു. ഓക്കെ, റെക്ടാങ്കിളിന്റെ സ്ക്വയറിന്റെ ഏരിയ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. റെക്ടാങ്കിളിന്റെ ഷേപ്പ്, അതിന്റെ പ്രത്യേകത എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ലെങ്ത് ആയിരിക്കും. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് റെക്ടാങ്കിളിന്റെ ലെങ്ത്തും ഇതെന്ന് പറയുന്നത് റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്തുമാണ്. ഇനി സ്ക്വയറിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ സ്ക്വയറിന്റെ 4 സൈഡ്സ് ഉണ്ട്. ആ 4 സൈഡ്സും എന്താണ്? ഈക്വൽ ലെങ്ത് ആണ്. ഞാൻ ഈ സൈഡിനെ എ എന്ന് വിളിച്ചാൽ ഈ 4 സൈഡും എന്ത് തന്നെയായിരിക്കും? A സെന്റിമീറ്റർ അല്ലെങ്കിൽ A മീറ്റർ തന്നെ ആയിരിക്കും. അപ്പോൾ 4 സൈഡും ഈക്വൽ ആയിട്ട് വരുന്നത് സ്ക്വയറും ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിട്ട് വരുന്നത് റെക്ടാങ്കിളും ആണ്. ഓക്കെ, ദെൻ ഇതിനകത്ത് പറയാനുള്ളത് പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ ആൻഡ് പെരിമീറ്റർ ഓഫ് സ്ക്വയർ എന്താന്ന് നോക്കാം. പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ ഏതൊരു ഫിഗർ തന്നു കഴിഞ്ഞാലും ഓക്കെ, അതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ചുറ്റുമുള്ള ലെങ്ത്തിന്റെ സം ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ എന്ന് പറയുന്നത് L പ്ലസ് ബി പ്ലസ് എൽ പ്ലസ് ബി, 4 സൈഡ്സിന്റെയും കൂടെ ലെങ്ത്തിന്റെ സം. L പ്ലസ് ബി പ്ലസ് ബി, ഇങ്ങനെ 4 സൈഡ്. ഓക്കെ, സോ L പ്ലസ് എൽ എന്ന് പറയുന്നത് 2L എന്ന് വരും, ബി പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 2B എന്ന് വരും. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ആരാണ്? 2 ആണ്. അപ്പൊ നമുക്ക് 2നെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ 2 ഇൻറ്റു L പ്ലസ് ബി എന്ന് കിട്ടും. ആരുടെ പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പെരിമീറ്റർ ഓഫ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 സൈഡ്സിന്റെ ടോട്ടൽ സം A പ്ലസ് എ പ്ലസ് എ പ്ലസ് എ ഈക്വൽ ടു എന്ത് കിട്ടും? 4A എന്ന് കിട്ടും. ആരുടെ പെരിമീറ്റർ? സ്ക്വയറിന്റെ പെരിമീറ്റർ. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്? റെക്ടാങ്കിളിന്റെ ലെങ്ത് ഏരിയ ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ ഈ പോർഷൻ, ഇതിന്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഏരിയ ഓഫ് റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. സോ ഇവിടെയും ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ഇവിടെ ലെങ്തും ബ്രെഡ്ത്തും സെയിം തന്നെയാണ്. എന്തുകൊണ്ടാണ്? എല്ലാ സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് A ഇൻറ്റു എ ഈക്വൽ ടു A സ്ക്വയർ ആണ് എന്ത്? സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഒരു സ്ക്വയറിന്റെയും റെക്ടാങ്കിളിന്റെയും ഏരിയയും പെരിമീറ്ററും. ഓക്കെ, അപ്പൊ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു L പ്ലസ് ബി, ലെങ്ത്തും ബ്രെഡ്ത്തും തന്നു കഴിഞ്ഞാൽ രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ഇൻറ്റു 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ കിട്ടും. അതുപോലെ തന്നെ പെരിമീറ്റർ ഓഫ് സ്ക്വയർ കാണണമെങ്കിൽ ഒരു സൈഡ് തന്നേക്കും. അപ്പോൾ ഇൻറ്റു 4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പെരിമീറ്റർ ഓഫ് സ്ക്വയർ കിട്ടും. ദെൻ ഏരിയ ഓഫ് റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അതുപോലെ ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ A ഇൻറ്റു എ ആണ്, അതായത് സൈഡ് ഇൻറ്റു സൈഡ്. അപ്പോൾ A സ്ക്വയർ എന്ന് കിട്ടും. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഈ 2 കാര്യങ്ങളും നമുക്ക് എന്തില്ല ഇപ്പൊ പഠിക്കാനില്ല. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഫസ്റ്റ് എക്സസൈസ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്തേക്കുവാണ്. ഓക്കെ, അപ്പൊ ചിലരുടെ പഴയ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും ഉണ്ടാവുന്നത്. കുറച്ച് കുട്ടികളുടെ മാത്രമേ എന്തുള്ളൂ പുതിയ എഡിഷൻ ടെക്സ്റ്റ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ പഴയ ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർക്ക് ആ ഫസ്റ്റ് എക്സസൈസ് കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്? ഏരിയ ഓഫ് എ പാരലോഗ്രാം ആണ്. പാരലോഗ്രാമിന്റെ പ്രത്യേകത എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, പാരലൽ ആയിരിക്കും. അതായത് DC എന്ന് പറയുന്ന ഈ സൈഡ് AB എന്ന് പറയുന്ന സൈഡിന് ഈക്വൽ എന്ന് പറഞ്ഞാൽ ദേ ആർ ഈക്വൽ ഇൻ മെഷർ ആയിരിക്കും. ഓക്കെ, ഇത് 10 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് 10 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാം AB എന്ന് പറയുന്ന സൈഡ് DCക്ക് ഈക്വൽ ആണ്. അതുപോലെ AD എന്ന് പറയുന്ന സൈഡ് അതിന്റെ ഓപ്പോസിറ്റ് സൈഡായ BCക്ക് ഈക്വൽ ആണ്. മനസ്സിലായോ? ദെൻ ഇവിടുത്തെ ബേസ്, ഇപ്പൊ നമുക്ക് ഏരിയ ഓഫ് പാരലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെയാണ്. ഇപ്പൊ ഞാൻ വരച്ചേക്കുന്ന ഫിഗറിന്റെ അകത്ത് ബേസ്, അതായത് സർഫസിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് ഏത് സൈഡാണ്? AB ആണ്. അപ്പൊ നമുക്ക് അതിന് എന്തെന്ന് വിളിക്കാം? ബേസ് എന്ന് വിളിക്കാം. ഓക്കെ, ബേസ് ആണെങ്കിൽ ഈ ബേസിന്റെ കറസ്പോണ്ടിങ് ഹൈറ്റ് ആരായിരിക്കും എങ്ങനെ നോക്കുന്നത്? ഇത് ബേസ് ആണെങ്കിൽ ബേസിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഡിയും സിയും ആണ് ഓപ്പോസിറ്റ് വെർട്ടെക്സ്. ആ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്നും ബേസിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ കണ്ടോ?
ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഹൈറ്റ്. ഒന്നുകൂടെ പറയാം, ബേസിലേക്ക് വരയ്ക്കുന്ന കറസ്പോണ്ടിങ് ഹൈറ്റ്. അപ്പൊ ആ ഹൈറ്റ് എവിടെ നിന്നായിരിക്കണം വരുന്നത്? ബേസിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്നായിരിക്കും വരേണ്ടത്. അപ്പൊ ഇത് എ ബി എന്ന് പറയുന്ന ബേസ് ആണെങ്കിൽ ബേസിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്ന് പറയുന്നത് ഡിയും സിയും ആണ്. ഞാൻ സിയിൽ നിന്നും താഴേക്ക് വരച്ചു കഴിഞ്ഞാല് പുറത്തായിരിക്കും എന്ത് ഫോം ചെയ്യുന്നത്? നമ്മുടെ ഹൈറ്റ് ഫോം ചെയ്യുന്നത്. കണ്ടോ, ഞാൻ താഴെ വരച്ചിട്ടുണ്ട്. ഡി ഇ ആണ് നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഡി ഇയും സി എഫും നമ്മുടെ ഹൈറ്റ് ആണ്. അപ്പൊ അകത്ത് വരുന്ന ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഡി, രണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ സിയിൽ നിന്നാണ് ഞാൻ ഹൈറ്റ് താഴേക്ക് വരയ്ക്കുന്നതെങ്കിൽ നമ്മുടെ ഈ എ ബി എന്ന് പറയുന്ന സൈഡിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? ഒരു പെർപെൻഡിക്കുലർ ഫോം ചെയ്യും. പെർപെൻഡിക്കുലർ ഫോം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ബേസുമായിട്ട് 90 ഡിഗ്രി മേക്ക് ചെയ്യുന്നു. അതാണ് എന്ത്? ഹൈറ്റ് എന്ന് പറയുന്നത്. ബേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് ആരായിരിക്കും? എവിടെയാണോ ബേസ് നിങ്ങൾ ചൂസ് ചെയ്തത് ആ ബേസിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്നും ബേസിലേക്ക് വരയ്ക്കുന്നതായിരിക്കും എന്ത്? അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫസ്റ്റ് ഇതാണ്, ഫസ്റ്റ് ഈ മോഡൽ ആയിരിക്കും. ഓക്കെ, താഴെയാണ് നിങ്ങൾ ബേസ് എടുക്കുന്നതെങ്കിൽ അങ്ങനെയായിരിക്കും. രണ്ടാമത്തെ മോഡൽ എന്ന് പറയുന്നത് സെക്കൻഡ് മോഡൽ നിങ്ങളുടെ ഫിഗർ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പേജ് നമ്പർ പറയുന്നില്ല, കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ടെക്സ്റ്റ് ബുക്ക് അല്ലല്ലോ കയ്യിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തത് ഞാനിവിടെ വരയ്ക്കാം, നോക്കിക്കോളൂ ഏത് രീതിയിലാണ് വരയ്ക്കുന്നതെന്ന്. ഫിഗർ ഇങ്ങനെ തന്നെ ആയിരിക്കും, എ ബി സി ഡി. അപ്പൊ ഞാനിവിടെ എ ഡി ആണ് നമ്മുടെ ബേസ് എടുത്തെന്ന് വെച്ചോളൂ. എ ഡി ആണ് നമ്മുടെ ബേസ്. നേരത്തെ എന്തായിരുന്നു? എ ബി ആയിരുന്നു ബേസ്. ഇനി ഞാൻ എ ഡി ആണ് ബേസ് എടുക്കുന്നതെങ്കിൽ ഈ ബേസിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ബിയും സിയും ആണ്. സോ ഞാൻ ബിയിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ താഴേക്ക് വരയ്ക്കുന്നു. സോ മേക്കിംഗ് പെർപെൻഡിക്കുലർ വരയ്ക്കാമെങ്കിൽ എവിടെന്നെങ്കിലും വരയ്ക്കാമെന്നല്ല, നമ്മളൊരു 90 ഡിഗ്രി മേക്ക് ചെയ്യണം. അവിടെ ആംഗിൾ മേക്ക് ചെയ്യുന്നത് നമ്മൾ വരച്ചു. ബിയിൽ നിന്ന് ഇങ്ങോട്ട് വരച്ച് ഞാനിവിടെ എഫ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബി എഫ് ആണ് എന്ത്? ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഹൈറ്റ് ഇവിടെ തന്നെ തന്നേക്കില്ല, എപ്പോഴും എ ബി തന്നെ ബേസ് ആവണമെന്നില്ല. ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യണം ഏത് ബേസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നിങ്ങൾക്ക് ഹൈറ്റ് തന്നേക്കുന്നതെന്ന്. ബേസിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്നും പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോഴാണ് അവിടെ എന്ത് ഫോം ചെയ്യുന്നത്? ഹൈറ്റ് ഫോം ചെയ്യുക. അങ്ങനെ തന്നെ പഠിക്കണം. എപ്പോഴും ഇവിടെ ഇത് ബേസ് ആക്കി ഇവിടെ നിന്ന് എപ്പോഴും ഹൈറ്റ് വരുള്ളൂ എന്ന് ചിന്തിക്കരുത്. എങ്ങനെയാണ് ആ ഹൈറ്റ് വരയ്ക്കേണ്ടതെന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. ഓക്കെ, ബേസ് എടുക്കുക. ബേസിന് കറസ്പോണ്ടിങ് മീൻസ് ബേസിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്നും ബേസിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറിനെയാണ് നമ്മൾ അതിന്റെ ഹൈറ്റ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് പാരലോഗ്രാം എന്ന് പറയുന്നത് ബേസ് മൾട്ടിപ്ലൈഡ് ബൈ ഹൈറ്റ് ആണ്. ബേസ് ഇൻറ്റു ഹൈറ്റ്. ദെർഫോർ ഏരിയ എന്ന് പറഞ്ഞാൽ ബി ഇൻറ്റു എച്ച് ആണ്. ഓക്കെ, ബേസും ഹൈറ്റും തന്നു കഴിഞ്ഞാൽ ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറഞ്ഞാൽ ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇനി ചിലപ്പോൾ നമുക്ക് ഏരിയയും ഹൈറ്റും തന്നിട്ട് ബേസ് കണ്ടുപിടിക്കാൻ പറയാം. ഓക്കെ, അപ്പൊ ഏരിയ ഡിവൈഡ് ബൈ തന്നേക്കുന്ന ആരാണോ അത് ചെയ്യണം. ക്ലിയർ ആണോ? ഇത് മൂന്ന് മാത്രമേ ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളൂ. ഒന്നുകിൽ ബേസ് ചോദിക്കും, അല്ലെങ്കിൽ ഹൈറ്റ് ചോദിക്കും, അല്ലെങ്കിൽ ഏരിയ ചോദിക്കും. ഇനി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കുമോ. ഓക്കെ, അപ്പൊ ഇതാണ് എന്താ ഏരിയ ഓഫ് പാരലോഗ്രാം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ആരാണ്? ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. ഇവിടെ നോക്കിയടാ, ഇതൊരു പാരലോഗ്രാം ആണ്. ഈ പാരലോഗ്രാമിനെ ഞാൻ എന്ത് ചെയ്യുന്നു? രണ്ടാക്കി ഡിവൈഡ് ചെയ്യുന്നു. എന്ത് ചെയ്താൽ മതി? ഒരു ഡയഗണൽ വരച്ചാൽ മതി. ഇപ്പൊ ഞാനിവിടെ വരച്ചേക്കുന്ന ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഡി ബി ആണ്. അപ്പോൾ ഈ ഡി ബി ഡയഗണൽ വരച്ചു കഴിഞ്ഞാൽ ഇതൊരു ട്രയാങ്കിൾ ആയിട്ട് മാറി, ഇത് രണ്ടാമത്തെ ട്രയാങ്കിൾ ആയിട്ട് മാറി, രണ്ട് ട്രയാങ്കിൾസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ ഇതിപ്പോ പാരലോഗ്രാം അല്ലേ, ഈ പാരലോഗ്രാമിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ബേസ് ഇൻറ്റു ഹൈറ്റ് ആയിരുന്നു. അപ്പൊ അതിനെ ഞാൻ പകുതിയാക്കി. അപ്പൊ എന്താവും? ബൈ 2 എന്നാവും. സോ ബി എച്ച് ബൈ 2 അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? പെരിമീറ്റർ എന്താ? ഏരിയ ഓഫ് പാരലോഗ്രാമിന്റെ ഹാഫ് ആണ്. സോ നമുക്ക് പറയാം ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഹാഫ് ബി എച്ച് ആണ് എന്ത്? ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. ഇവിടെയും ട്രയാങ്കിളിന്റെ ഹൈറ്റ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ ഒരു ട്രയാങ്കിൾ ഞാൻ വരയ്ക്കാം. ഇവിടെ ഞാനിവിടെ ട്രയാങ്കിൾ വരയ്ക്കുന്നു, പി ക്യു ആർ. അപ്പൊ ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ബേസിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്ന് പറയുന്നത് ആരാണ്? ആർ ആണ്. സോ ആറിൽ നിന്നും ഈ ബേസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അതാണ് എന്ത്? ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത്. സെയിം പാരലോഗ്രാമിൽ നമ്മൾ എന്താണോ ചെയ്തത് അതേപോലെ തന്നെ എവിടെയാണോ
ബേസ് ഉള്ളത്, ആ ബേസിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്നും ബേസിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറിനെ വിളിക്കുന്ന പേരാണെന്ത്? അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. സോ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ നമ്മൾ ആദ്യം പ്രോബ്ലംസ് ചെയ്യുന്നത് പാരലോഗ്രാമിന്റെ ആയിരിക്കും. അത് അടുത്ത പാർട്ട് വീഡിയോയ്ക്കകത്തായിരിക്കും ഇടുന്നത്. അപ്പോൾ ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏരിയ ഓഫ് സ്ക്വയർ പഠിച്ചു, ഏരിയ ഓഫ് റെക്ടാങ്കിൾ. ഇതൊക്കെ കളഞ്ഞിട്ട് പോകാനുള്ളത്. ഡിലീറ്റഡ് പോർഷൻസ് എന്ന് പറയാൻ നിങ്ങൾക്ക് ആവശ്യമില്ല എന്നല്ല, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ടോപ്പിക്സ് ആണ്. അപ്പൊ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് നിങ്ങളുടെ സിലബസ് ഒന്ന് മാറ്റിയിട്ടുള്ളത്. ഓക്കെ, വേണ്ടാന്നല്ല ഉദ്ദേശിക്കുന്നത്, പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് റെക്ടാങ്കിൾ, ഏരിയ ഓഫ് സ്ക്വയർ, ഏരിയ ഓഫ് എ പാരലോഗ്രാം, ഏരിയ ഓഫ് എ ട്രയാങ്കിൾ, ഈ 4 കാര്യങ്ങളും നന്നായിട്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യുക? പാരലോഗ്രാമിന്റെ ക്വസ്റ്റ്യനിലേക്ക് വരും. അപ്പോൾ പാരലോഗ്രാമിന്റെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾക്ക് തന്നേക്കുന്ന എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ചെയ്തതിന് ശേഷം പാരലോഗ്രാമിന്റെ മാത്രം ചൂസ് ചെയ്തിട്ടായിരിക്കും ആദ്യം ഡിസ്കസ് ചെയ്യുക. അതിനുശേഷമായിരിക്കും എന്തെങ്കിലും ട്രയാങ്കിളിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കാണാതിരിക്കും. ബൈ.